എല്ലാവർക്കും നമസ്കാരം. ഭാരതദർശനം ആധ്യാത്മിക യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഞാൻ നിങ്ങളെല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കഴിഞ്ഞ കുറച്ച് വീഡിയോകൾക്ക് പ്രതികരണമായിട്ട് ചിലർ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചു. അതിൽ വരുന്ന വീഡിയോ കമൻസൊക്കെ നിങ്ങൾക്ക് കാണാം വീഡിയോയുടെ താഴെ. വാട്സാപ്പിൽ മെസ്സേജ് അയച്ചപ്പോൾ ഒരാൾ ചോദിച്ചൊരു സംശയമാണ്, എല്ലാവരുടെയും അനുഭവങ്ങളെ പറ്റി നിങ്ങൾ പറയുന്നുണ്ട്, ഗുരുക്കന്മാരുടെ കൂടെയുള്ള, പ്രത്യേകിച്ച് സത്യസായി ബാബയുടെ, മോഹൻജിയുടെ കൂടെയുള്ള. പക്ഷേ ബാബയ്ക്ക് വേണ്ടി സേവ ചെയ്തിട്ട് എത്രയോ കാലമായിട്ട് ഒരു അനുഭവം കിട്ടാത്ത ആളുകളുണ്ട്. അങ്ങനെയുള്ളവരെ പറ്റിയൊക്കെ പറയുന്നില്ല. ബാബയുടെ കൂടെ നടന്നിട്ട് അനുഭവം കിട്ടാത്തവരില്ലേ? എല്ലാവർക്കും എന്തുകൊണ്ടാണ് അനുഭവം കിട്ടാത്തത്? വരുന്നവർക്കൊക്കെ അനുഭവം കിട്ടുന്നുണ്ടെങ്കിൽ അനുഭവം കിട്ടാത്ത ആൾക്കാരും ഉണ്ടല്ലോ. എല്ലാവർക്കും ഒരുപോലെ അനുഭവങ്ങൾ കിട്ടിക്കൊള്ളണം എന്ന് ഒരു നിർബന്ധവും ഇല്ല ഗുരുക്കന്മാരിൽ. ഇതിനുള്ള ഉത്തരം അതാണ്. ഓരോരുത്തരുടെ എലിജിബിലിറ്റിയാണ് ഗുരുവിൻ്റെ ഗ്രേസ് തീരുമാനിക്കുന്നത്. അത് ഇന്നയാൾക്ക് കിട്ടണമെന്നോ ഇന്നയാൾക്ക് കിട്ടില്ല എന്നോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ സേവ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കർമ്മ ക്ലെൻസിങ് നടന്നോ ഇല്ലയോ എന്ന് നമുക്കറിയാൻ പറ്റുമോ? പ്രത്യക്ഷത്തിൽ നമുക്കറിയാൻ പറ്റില്ല. ഈ ഗ്രേസ് അല്ലെങ്കിൽ എന്താ പറയുക, ഭഗവാന്റെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷത്തിലും ഭൗതിക ജീവിതത്തിൽ ഉണ്ടാകുന്ന സൗകര്യങ്ങൾ കൊണ്ടാണോ നിങ്ങൾ അറിയുന്നത്? അതല്ല, ആത്മാവിനുണ്ടാകുന്ന ആ ഒരു മാറ്റം, സ്വഭാവത്തിലുണ്ടാകുന്ന ആ ഒരു മാറ്റം. ആത്മാവിന് മാറ്റമൊന്നുമില്ല, അചഞ്ചലാണ്. പക്ഷെ നമ്മളുടെ ആ ഉള്ളിലെ ട്രാൻസ്ഫർമേഷൻ കൊണ്ടാണോ അറിയുന്നത് എന്നുള്ള ചോദ്യം സ്വയം ചോദിക്കേണ്ട ചോദ്യമാണ്. ഇനി എന്തെങ്കിലും അനുഭവങ്ങൾ പ്രതീക്ഷിച്ചിട്ട് ചെല്ലുന്നവർക്ക് ചിലപ്പോൾ അനുഭവങ്ങൾ കൊടുക്കുന്നില്ല എന്ന് ഗുരു തീരുമാനിച്ചാലും ഇതിനെല്ലാം ഒരു കൃത്യമായിട്ട് ഉത്തരം അവരവർ മനനം ചെയ്ത് കണ്ടുപിടിക്കുക എന്നുള്ള, ഈ എക്സ്പീരിയൻസ് കിട്ടിയവർ തന്നെ ഈ എക്സ്പീരിയൻസ് കിട്ടി, ഇനി ഞങ്ങൾ എങ്ങോട്ടേക്ക് എന്താ ചെയ്യേണ്ടത്? ബാബ അവരിലേക്ക് അല്ലെങ്കിൽ മോഹൻജി അവരിലേക്ക് വിളിച്ചു. അവരവരുടെ ഇന്നർ ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ ഇനിയുള്ള ജീവിതം, ആ ജീവിതം കൊണ്ട് ലോകത്തിന് എന്താണ് നൽകാനുള്ളത് എന്നൊക്കെ അവരവർ തീരുമാനിക്കേണ്ട കാര്യമാണ്. എക്സ്പീരിയൻസ് കിട്ടിയത് കൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. ആ എക്സ്പീരിയൻസ് അവരിലേക്ക് ഇന്നർ ട്രാൻസ്ഫോർമേഷൻ വരുത്തിയിട്ടുണ്ടോ? ബാബ അല്ലെങ്കിൽ ഗുരുക്കന്മാർ എന്താണ് നൽകാൻ വന്നിരിക്കുന്നത് എന്ന് തിരിച്ചറിയുന്നുണ്ടോ? ഇതൊക്കെ അവരവരോട് ചോദിക്കേണ്ട ചോദ്യമാണ്. ഈ മനനം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് ആധ്യാത്മികതയിൽ. അപ്പോൾ ഓരോ അനുഭവങ്ങളിൽ നിന്നും അവരവർ പഠിക്കുന്ന പാഠം എന്താണ് എന്ന് അറിയുക. അനുഭവങ്ങൾ, അത്ഭുതകരമായ അനുഭവങ്ങൾ ഒരുപാടുണ്ട്, ഒരുപാട് പേര് ഷെയർ ചെയ്യുന്നുണ്ട്. പക്ഷേ അത് അവരിൽ വരുത്തിയ മാറ്റം എന്താണ് എന്നുകൂടെ അറിയണ്ടേ? അനുഭവങ്ങൾ ഉണ്ടായ അനുഭവങ്ങൾ സ്ഥിരമായോ, അനുഭവങ്ങളിൽ അവരിൽ മാറ്റം വരുത്തിയോ എന്നൊക്കെയുള്ളത് അത് അവരവർക്ക് മാത്രം വ്യക്തിഗതമാണ്. നമുക്ക് പൊതുവായിട്ടൊരു നിയമം അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല. ഇന്ന ആൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടായതുകൊണ്ട് എനിക്ക് എക്സ്പീരിയൻസ് അങ്ങനെ പറയാൻ പറ്റില്ല. ഇത് ഭൗതികതയുമായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട് ആത്മീയതയ്ക്ക്. ഞാൻ ഇത് പറയുമ്പോൾ ഇപ്പോൾ മോഹൻജിയുടെ കാര്യത്തിൽ, മോഹൻജിയെ കാണുന്ന എല്ലാവർക്കും ആ ശിവന്റെ ചൈതന്യം തിരിച്ചറിയണം എന്നുണ്ടോ? ഇല്ല. നേരത്തെ മിറാക്കിൾസ് ഡേയ്സ് വിത്ത് മോഹൻജി എന്നുള്ള ആ രാജേഷ് കമത്തിൻ്റെ ബുക്കിൽ സ്വാമി ത്യാഗാനന്ദ മോഹൻജിയെ കണ്ടപ്പോൾ മുഖം തിരിച്ചു കിടന്നു എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. 2-3 വട്ടം മുഖം തിരിച്ചപ്പോൾ ആ കൂടെയുള്ളവർ വിചാരിച്ചു അദ്ദേഹത്തിന് ഉള്ള അഹന്ത കൊണ്ടാണ്. പക്ഷെ അദ്ദേഹം പറയുന്നു ഭയങ്കര തീവ്രമായിട്ടുള്ള, ഭയങ്കര ശക്തിയേറിയ 3-ാം തൃക്കണ്ണാണ് മോഹൻജിക്ക്. അതിൻ്റെ പ്രകാശം താങ്ങാൻ പറ്റാത്തതാണ് അദ്ദേഹം കണ്ണടച്ചതെന്ന് പറഞ്ഞു. മോഹൻജി എത്രയോ പേര് കാണുന്നു, ആർക്കെങ്കിലും ആ തേർഡായി കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. കാരണം സ്വാമി ത്യാഗാനന്ദയോട് അദ്ദേഹത്തിൻ്റെ ഗുരുവായ പൂർണ്ണാനന്ദ സ്വാമികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ രുദ്രാക്ഷമാല വളരെ ശക്തനായിട്ടുള്ള ഒരു ഗുരു വരുന്നുണ്ട്, 14 വർഷത്തിന് ശേഷം കണ്ടുമുട്ടുമെന്നോ മറ്റു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനെ ഞാൻ എങ്ങനെ തിരിച്ചറിയുമെന്ന് സ്വാമി ത്യാഗാനന്ദ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗുരുവായ പൂർണ്ണാനന്ദ സ്വാമികൾ പറഞ്ഞു, അത് നിനക്ക് തിരിച്ചറിയാൻ പറ്റും, അത്രയും പവർഫുൾ ആയിട്ടുള്ളൊരു ഗുരുവാണ്, അദ്ദേഹത്തിൻ്റെ തേർഡായി ഭയങ്കര പവർഫുൾ ആണെന്ന് പറഞ്ഞു. അപ്പോൾ അത് തന്നെയാണ് ത്യാഗാനന്ദ സ്വാമികൾക്ക് കാണാൻ പറ്റിയത്. അദ്ദേഹം ലക്ഷോപലക്ഷം തവണ തൻ്റെ ഗുരു മന്ത്രം, ആ ജപമാല പിടിച്ച മന്ത്രം ജപിച്ചിട്ടുള്ള ആ ജപമാല മോഹൻജിക്ക് സമ്മാനിക്കാൻ വേണ്ടി മാത്രമാണ് 14 വർഷം കാത്തിരുന്നത്. ഡെയിലി എത്രയോ പേര് മോഹൻജിയെ കാണുന്നു, ആർക്കെങ്കിലും ആ ഒരു തേർഡായി തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ? മോഹൻജിയുടെ കണ്ണുകൾക്ക് പ്രത്യേകതയുണ്ടെന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്, അല്ലാണ്ട് ആർക്കൊന്നും തിരിച്ചറിയാൻ പറ്റുന്നില്ല. അതേപോലെ നാഗാബോയ്, ഒരു ദേവദാസിയുടെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, നാഗാബോയ് എന്ന് പറയുന്ന ആത്മീയ സാധന ചെയ്യുന്ന ആ ഒരു ചെറുപ്പക്കാരൻ മോഹൻജിയെ കണ്ടപ്പോൾ വീണ്ടും 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 നമസ്കരിക്കുകയാണ്, ശിവന്റെ ചൈതന്യമാണ് എന്ന് പറഞ്ഞിട്ട്. അതും ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണുന്ന എല്ലാവരും ഗുരുക്കന്മാരിൽ
എല്ലാം ഒരേ കാര്യമല്ല കാണുന്നത്. ഗുരുവിൽ നന്മ കാണുന്ന ഒരുപാട് പേരുണ്ട്, എന്നാൽ ഗുരുക്കന്മാരെ ദുഷിക്കുന്ന ഒരുപാടില്ലേ, സായിബാബയെ പറ്റി ദുഷിച്ച് പറഞ്ഞ ആൾക്കാരില്ലേ. അപ്പോൾ ഇതൊന്നും നമുക്കൊരു കോമൺ ഒരു ഫോർമുല ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. നമ്മൾ എങ്ങനെ ഗുരുവിനെ തിരിച്ചറിയുന്ന അതുപോലെ തന്നെ നമ്മുടെ കർമ്മങ്ങളും സഞ്ചിത കർമ്മങ്ങളും പ്രാരാബ്ധ കർമ്മങ്ങളും നമ്മളുടെ നന്മയും തിന്മയൊക്കെ അനുസരിച്ച് ആയിരിക്കാം ഗുരു നമുക്ക് ഫലം തരുന്നത് എന്നല്ലാതെ മറ്റൊന്നും പറയാൻ പറ്റില്ല. ഇതിപ്പോൾ പറയുമ്പോൾ ഞാൻ രണ്ട് എക്സാമ്പിൾ പറയാം. സായിബാബയുടെ സത്യസായിബാബയുടെ ഡ്യൂട്ടീസ് ഇപ്പോൾ സമർപ്പണം, ഇപ്പോഴല്ല, അവർ നേരത്തെ മുതൽ 10 വർഷം മുമ്പ് 2015 മുതൽ സമർപ്പണം എന്ന് പറഞ്ഞിട്ട് ഇംഗ്ലീഷിലൊരു പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. ബാബയുടെ സ്റ്റുഡൻസ് വന്നിട്ട് അവരവരുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്യുന്ന ഒരു പരിപാടിയാണത്. അപ്പോൾ അതിൽ തൃശ്ശൂർക്കാരനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ ഒരിക്കൽ ഒരു വീഡിയോ ഷെയർ ചെയ്യുകയുണ്ടായി. ബാല രാമചന്ദ്രൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അവർ തൃശ്ശൂർ സ്വദേശികളാണ്. അവരുടെ പൂർവികന്മാരായിട്ട് മുത്തച്ഛൻ്റെ കാലം മുതലേ അവർ വളരെ ദൈവഭക്തിയും വിശ്വാസമൊക്കെ ഉള്ള കൂട്ടത്തിലാണ്. അവർ സത്യസായിബാബയെ കാണാനായിട്ട് പോയി. അവർ ബിസിനസ്സുകാരാണ്. സീതാറാം മിൽസ് അവരുടെ ആയിരുന്നു. തൃശ്ശൂർ നേരത്തെ ഉള്ളവർക്കറിയാം സീതാറാം മിൽസ്. അവർ ഭഗവാന്റെ വലിയ ഭക്തരാണ്. അതുകൊണ്ട് അവരുടെ പേരിലൊക്കെ രാമ ചേർത്തിട്ടാണ് പറയുന്നതെന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം വന്ന് ഈ ബാല രാമചന്ദ്രൻ എന്ന് പറയുന്നത് അവരെപ്പോഴും ചെറുപ്പമാണ്. അവർ വന്ന് അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുമായിരുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നു അദ്ദേഹത്തിൻ്റെ മുത്തച്ഛനും സഹോദരന്മാരും കൂടെ പണ്ട് 1960s കാര്യമാണ് ഈ പറയുന്നത്, ബാബയെ കാണാൻ പോയി. അവർ 4 സഹോദരന്മാരെ പോയി. സത്യത്തിൽ അവർ 5 സഹോദരന്മാരുണ്ടായിരുന്നു. അപ്പോൾ ആദ്യമായിട്ട് കണ്ടപ്പോൾ തന്നെ ബാബ അവരോട് ചോദിച്ചു, പഞ്ചപാണ്ഡവരിൽ 5ാമത്തെ ആളെവിടെ പോയിരുന്നു. ആദ്യമായിട്ട് കാണാണ്. അപ്പോൾ അതോടുകൂടി അവർക്ക് വിശ്വാസമായി. പിന്നെ പറയുന്നുണ്ട്, ഇവരുടെ മുത്തച്ഛനോട് പറഞ്ഞു, നിങ്ങൾക്കൊരു ബിസിനസ് ഉണ്ടെന്ന് എനിക്കറിയാം തൃശ്ശൂർ, ഒരു പ്രത്യേക ഡേറ്റ് പറഞ്ഞിട്ട് പറഞ്ഞു, ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവും ബിസിനസ്സിൽ, പക്ഷെ വിഷമിക്കേണ്ട, ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞ അതേ സമയത്ത് തന്നെ സീതാറാം മിൽസ് എന്ന് പറഞ്ഞ തുണിക്കടയാണ്, വസ്ത്രവ്യാപാരം, അവിടെ വലിയ തീപിടുത്തം ഉണ്ടായി. പക്ഷേ ഈ ഭഗവാന്റെ ഗ്രേസ് എന്ന് പറഞ്ഞാൽ അതിന് കുറച്ച് മുമ്പായിട്ട് ഗവൺമെൻറ് ഏറ്റെടുത്തു. ഗവൺമെൻറ് അത് ലീസിനെടുത്തു ആ ഒരു കട. അതുകൊണ്ട് ആ നഷ്ടമെല്ലാം ഇവർക്ക് സഹിക്കേണ്ടി വന്നില്ല. അത് ഗവൺമെൻറ് ലീസിനെടുത്തതുകൊണ്ട് അത് ഗവൺമെൻറ് ഉത്തരവാദിത്തമായിട്ട് മാറി. അപ്പോൾ അങ്ങനെ ബാബ അവരെ രക്ഷിച്ചതോടുകൂടി അവരുടെ ഫാമിലി മുഴുവനും ബാബയുടെ ഭക്തരായിട്ട് മാറി. അപ്പോൾ ഈ ബാല രാമചന്ദ്രൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ബാലയുടെ അമ്മ ബോംബെയിൽ നിന്ന് വന്നാണ്. ബാലയുടെ അച്ഛനാണ് തൃശ്ശൂർക്കാരൻ. ബോംബെയിൽ ജീവിച്ച അവരുടെ വീടിൻ്റെ അപ്പാർട്ട്മെൻറ്റിൻ്റെ അടുത്തുള്ള ഒരാൾ സത്യസായിബാബയുടെ വലിയ ഭക്തനായിരുന്നു. അപ്പോൾ അദ്ദേഹം പുട്ടപർത്തിയിൽ പോവാറുണ്ടായിരുന്നു. ഒരിക്കൽ പുട്ടപർത്തിയിൽ പോയിട്ട് അദ്ദേഹം അവിടെ വെച്ച് മരിച്ചു. അപ്പോൾ ഏതൊരു സായി ഭക്തനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ പുണ്യകരമായ ഒരു കാര്യമാണ്. കാരണം എന്താ പറയുക, കൈലാസത്തിൽ പോകുമ്പോൾ മരിക്കുക, അല്ലെങ്കിൽ ഒരു പുണ്യസ്ഥാനത്ത് പോയി കാശിയിൽ പോയി മരിക്കുന്നതൊക്കെ പോലെയാണ് സായി ഭക്തർക്ക് പുട്ടപർത്തിയിൽ വെച്ച് ബാബയുടെ സാന്നിധ്യത്തിൽ വെച്ച് മരിക്കുന്നത്. പക്ഷേ ഇവർ ആ സമയത്ത് വളരെ ചെറുപ്പമായിരുന്നു, 7-8 വയസ്സോ മറ്റേ ഉള്ളൂ. അതുകൊണ്ട് അവർക്കതൊരു വളരെ നെഗറ്റീവായിട്ടുള്ളൊരു ഇമ്പ്രഷൻ ഉണ്ടാക്കി. ഓക്കെ, ബാബ എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു ബാഡ് എന്താ പറയുക, ഒരു അശുഭമായിട്ടുള്ള ഒരു കാര്യമായിട്ട് അസോസിയേറ്റ് ആയിട്ട് അവർക്ക് പിന്നെ ബാബയുടെ ഭജനകൾ കേൾക്കുന്നതോ ബാബയെ പൂജിക്കുന്നതോ അവർക്ക് ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ അവർ വിവാഹം കഴിച്ചു വന്നതാവട്ടെ ഭയങ്കര ബാബ ഡിവോട്ടീസ്, ബാബയുടെ ഗ്രേസും അനുഗ്രഹമൊക്കെ ഒരുപാടുള്ളൊരു കുടുംബത്തിലേക്ക്. അപ്പോൾ അവർ ഭജന നടത്താറുണ്ടായിരുന്നു, ബാലയുടെ അച്ഛനും മുത്തച്ഛനും ഒക്കെ. അപ്പോൾ ഇവരുടെ അമ്മ എന്ത് ചെയ്താൽ ഭജനയ്ക്ക് പോകില്ല, ഓരോരോ ഒഴിവ് കഴിവുകൾ പറയും. അടുത്താണ് ഭജന നടക്കുന്നത്, തൃശ്ശൂർ റൗണ്ടിലോ മറ്റോ ആണ്. അങ്ങനെ അവരെ എപ്പോഴും ഭർത്താവ് ചോദിക്കുമ്പോൾ എനിക്ക് വീട്ടിൽ കുട്ടികളുടെ കാര്യം നോക്കാനുണ്ട്, അച്ഛൻ്റെ കാര്യം നോക്കാനുണ്ട്, ബാബ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ അവരുടെ കർമ്മം ചെയ്തിട്ടേ ബാബയെ ഭജിക്കാവുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അവരങ്ങനെ ന്യായീകരണമൊക്കെ പറഞ്ഞ് അത് ഒഴിവാക്കിക്കൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ അവരുടെ വയറ്റിൽ ഒരു വേദന വന്നിട്ട് പോയി നോക്കിയപ്പോൾ വലിയൊരു സിസ്റ്റ് കണ്ടെത്തി. അപ്പോൾ ഇദ്ദേഹം പറയുന്ന ആ സിസ്റ്റ് ഏകദേശം ഒരു ഓറഞ്ചിൻ്റെ അത്രയും വലിപ്പമുണ്ട്. അപ്പോൾ ഇത് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമാണ്, ഉടനെ ഓപ്പറേറ്റ് ചെയ്യേണ്ടി വരും, ഇല്ലെങ്കിൽ അതെങ്ങാനും പൊട്ടുകയാണെങ്കിൽ ഭയങ്കര അപകടകരമായ സ്ഥിതിയാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞ് ഇതിനുള്ള ഓപ്പറേഷനൊക്കെ ഫിക്സ് ചെയ്യുമ്പോൾ തൃശ്ശൂർ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിലാണ് അതിന് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അവരുടെ കുടുംബ ഡോക്ടർമാരാണ് അവിടെ ഉള്ളത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അതിന് ഡേറ്റ് ഫിക്സ് ചെയ്തിരിക്കുമ്പോഴാണ് ഇവർ ഭജനയ്ക്ക് പോകുന്നത്. അപ്പോൾ വൈഫിന് സുഖമില്ലാത്തതുകൊണ്ടൊക്കെ ആയിരിക്കും ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ
അമ്മയോട് തീർച്ചയായിട്ടും ഭജനയ്ക്ക് വന്നേ പറ്റൂ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ വലിയൊരു വഴക്കിന് ശേഷമാണ് അച്ഛൻ്റെ കൂടെ പോയത്. കാരണം അവർക്ക് അത്രയും ഭയമായിരുന്നു ഭജനയ്ക്ക് പോവാൻ. ഭജന ഇരിക്കുന്നിടത്ത് ബാബയുടെ ഫോട്ടോയിൽ നിന്ന് ഏറ്റവും അകലെയായിട്ട് ഏറ്റവും പുറകിലായിട്ടാണ് ഇവരുടെ അമ്മ ഇരുന്നതെന്നാണ് പറയുന്നത്. അത്രയും ദൂരം കീപ്പ് ചെയ്തു. അങ്ങനെ ഭജന തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇവർക്ക് സഹിക്കാൻ വയ്യാത്ത വേദന, ഒട്ടും സഹിക്കാൻ പറ്റാത്ത വേദനയായപ്പോൾ അവരവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ തുടങ്ങി. അച്ഛൻ പോകരുത് എന്ന് പറഞ്ഞിട്ടും എനിക്കിവിടെ ഇരിക്കാൻ പറ്റുന്നില്ല, എനിക്ക് തീരെ വയ്യ എന്ന് പറഞ്ഞ് അവർ വീട്ടിലേക്ക് വന്നപ്പോൾ വയറുവേദന കൂടുതലായപ്പോൾ അവർ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിലേക്ക് തന്നെ കൊണ്ടുപോയി. അപ്പോൾ ആദ്യം അവരെ അഡ്മിറ്റ് ചെയ്തിട്ട് ഒരു ജൂനിയർ ഡോക്ടറാണ് പരിശോധിക്കാൻ കരുത്. അപ്പോൾ അച്ഛൻ വെളിയിൽ കാത്തിരിക്കുന്നുണ്ട്. ജൂനിയർ ഡോക്ടർ പോയി പരിശോധനയെല്ലാം കഴിഞ്ഞ് തൊട്ട് സീനിയർ ഡോക്ടറിനെ വിളിച്ചുകൊണ്ട് വരുന്നു. സീനിയർ ഡോക്ടറെ വിളിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അദ്ദേഹം പരിശോധനയെല്ലാം കഴിയുമ്പോൾ അതിൻ്റെ സീനിയർ ഡോക്ടറെ വിളിച്ചുകൊണ്ട് വരുന്നു. അപ്പോൾ ഇത് കണ്ട് അച്ഛൻ പരിഭ്രാന്തനായി പുറത്തിരിക്കുന്നു. അങ്ങനെ അവസാനം ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് വന്ന് അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ടെസ്റ്റുകളും നടത്തിയിട്ട് ഇദ്ദേഹത്തിനോട് പുറത്ത് വന്ന് ഇവാലയുടെ അച്ഛനോട് പറയുകയാണ്, ഞങ്ങൾക്ക് കാര്യം എന്താണെന്ന് മനസ്സിലായിട്ടില്ല, പക്ഷേ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളിവിടെ വന്നപ്പോൾ ഒരാഴ്ച മുമ്പോ മറ്റോ ആണ് അവർ വന്നപ്പോൾ നിങ്ങളുടെ ഭാര്യയുടെ വയറ്റിലൊരു സിസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ. ആ സിസ്റ്റ് ഇപ്പോൾ കാണുന്നില്ല. അവിടെ ആ സിസ്റ്റ് ഇല്ല എന്ന് മാത്രമല്ല, അവിടെ ആരോ ഓപ്പറേഷൻ ചെയ്ത പോലെ ഒരു സ്കാർ, അതായത് ഒരു തുന്നിക്കെട്ട് അങ്ങനെ എന്തോ കാണുന്നുണ്ട്. ഇത് എങ്ങനെ സംഭവിച്ചു എന്ന് ഞങ്ങൾക്ക് അറിയില്ല. അപ്പോൾ ഈ ഒരു ഓപ്പറേഷൻ നടത്തിയതിൻ്റെ പാടൊന്നും വയറിലില്ല, പക്ഷെ ഉള്ളിൽ മാത്രം അങ്ങനെ ഒരു പാട്. അപ്പോൾ ഇവർക്ക് മനസ്സിലായി ഇത് ബാബ തന്നെ ഇടപെട്ടതാണ്. ആ ഭജനയുടെ സമയത്തുണ്ടായ അസഹ്യമായിട്ടുള്ള ആ ഒരു വേദന ആ ഒരു മിറാക്കിളിൻ്റെ ഭാഗമാണ്. അതോടുകൂടെ അമ്മയും ഭയങ്കര ഭക്തയായി മാറി. അങ്ങനെ അവരെല്ലാവരും പുട്ടപ്പുറത്തിയിൽ പോയി. അപ്പോൾ ആ കൂട്ടത്തിൽ തന്നെ പറഞ്ഞ വേറൊരു കാര്യം കൂടെ ഞാൻ പറയുകയാണ്. ഇങ്ങനൊരു സംഭവം ഉണ്ടായപ്പോഴേക്കും അവരൊക്കെ ഭയങ്കര ഭക്തരായി. കുട്ടികൾ, ഇവരുടെ വീടൊരു കൂട്ടുകുടുംബം ആയതുകൊണ്ട് ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ ആ കുട്ടികൾ ഫോട്ടോ വെച്ചിട്ട് മുകളിൽ പോയിരുന്ന് ബാബയുടെ ഫോട്ടോ വെച്ചിട്ട് കുട്ടികളെല്ലാവരും കൂടെ ഭജന പാടുമായിരുന്നു. അവർക്ക് വലിയ പാട്ടൊന്നും അറിയില്ലെങ്കിൽ അവരെ അറിയുന്ന പോലെ പാടും. എന്നിട്ട് പിന്നീട് അവർ ബാബയെ കാണാൻ പോയപ്പോൾ ബാബ ഇവരോട് പറഞ്ഞത്, ഈ കുട്ടികൾ അവിടെ ഇരുന്ന് ഭജന പാടുന്നുണ്ട് വലിയവരെ അറിയാതെ. അതിൽ ഓരോരുത്തരും പാടുന്ന രീതിയും അവർ ഔട്ട് ഓഫ് ട്യൂണാണ് പാടുന്നത് എന്നൊക്കെയുള്ള കൃത്യമായിട്ട് ബാബ ഇങ്ങോട്ട് പറഞ്ഞു. ഞാൻ ഇത് പറഞ്ഞു പോയ കൂട്ടത്തിൽ പറയാൻ കാര്യം, നമ്മൾ വെറുതെ ഒരു പിക്ചറിൻ്റെ മുമ്പിൽ ഇരുന്നാണ് പ്രാർത്ഥിക്കുന്നത് അല്ലെങ്കിൽ ഭജന ചെയ്യുന്നതെന്നൊന്നും വിശ്വസിക്കേണ്ട. ഗുരുവിൻ്റെ ഫോട്ടോ എന്ന് പറഞ്ഞാൽ ഗുരുവിന് തുല്യമാണ് എന്നുള്ളത് ഒരിക്കൽ കൂടെ അതിൽ പറയുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്ന ഇതല്ല, ഇതിൽ ബാബ അവർക്ക് വിശ്വാസമില്ലാതിരുന്നിട്ട് കൂടെ അവർ ആ ഭജനയിൽ പോയിരുന്നപ്പോൾ ഇങ്ങനൊരു മിറാക്കിൾ കാണിച്ചു. പക്ഷെ അതേസമയം തന്നെ വേറൊരു ലേഡി, ഗീത രാംമോഹൻ എന്ന് പറയുന്ന ഒരു ലേഡി, അത് ബാബയുടെ ചെറുപ്പകാലം, അതായത് ബാബയുടെ ആദ്യകാലത്തെ ഭയങ്കര ഡിവോട്ടീസ് ആയിരുന്ന ഒരു ഫാമിലിയിൽപ്പെട്ട ലേഡിയാണ്. അവർ പറഞ്ഞ ഒരു അനുഭവം കൂടിയുണ്ട്. അവർ ബാംഗ്ലൂരാണ് താമസിക്കുന്നത്. അപ്പോൾ ബാംഗ്ലൂർ ഇവർ വെൽ ടു ഡു ഫാമിലിയാണ്, വളരെ ഫ്ലുവൻ്റ് ആയിട്ടുള്ളൊരു ഫാമിലിയാണ്. അപ്പം അവർ ബാംഗ്ലൂരിൽ നിന്ന് കാറെടുത്ത് പുട്ടപ്പുറത്തിയിൽ പോയി ബാബയെ കാണും. ബാബ ഇവരുടെ വീട്ടിൽ വന്ന് ബാംഗ്ലൂർ വരുമ്പോൾ ഇവരുടെ വീട്ടിൽ താമസിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞ രണ്ട് അനുഭവങ്ങളാണ് പറയുന്നത്. നമുക്ക് ഈ രണ്ട് അനുഭവങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എന്തുകൊണ്ട് ഇങ്ങനെ വന്നു എന്നുള്ള ചോദ്യത്തിനൊന്നും പ്രസക്തിയില്ല. അതായത് ഇവർ പറയുന്ന ആദ്യകാലത്ത് ബാബയെ താമസിപ്പിച്ചിരുന്ന ഒരു ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഒരു ഫാമിലി ഉണ്ട്. റിച്ച് എന്ന് പറഞ്ഞാൽ അവർക്ക് വലിയ ബംഗ്ലാവും സെക്യൂരിറ്റിയും വലിയ ലോണും ഒക്കെ ആയിട്ട് അത്രയും, അതായത് ബാബയെ അത്ര കാര്യമായിട്ട് അവർ സ്വീകരിച്ചിരുന്നതാണ്. ബാബ ചെല്ലുമ്പോഴൊക്കെ അവരുടെ വീട്ടിൽ പോകുമായിരുന്നു, താമസിക്കുമായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവരുടെ ഭർത്താവ് മരിച്ചുപോയി. ആ ഒരു ലേഡി അവർ വളരെ എന്താ പറയുക, ഭയങ്കര ഭക്തിയാണ് ബാബയുടെ. അപ്പോൾ അവർക്ക് സ്ട്രോക്ക് വന്നു. അപ്പോൾ മക്കളൊക്കെ വെളിയിലേക്കൊക്കെ പോയി. ഇവർക്കൊരു മെയ്ഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു ദിവസം ബാബ ബാംഗ്ലൂർ വന്നപ്പോൾ ഇവരോട്, ഗീത എന്ന് പറയുന്ന ആ ഭക്തിയോട് പറഞ്ഞു, നമുക്ക് ആ ഒരു ആ ലേഡിയുടെ അടുത്ത് പോകണം, അവരുടെ അടുത്ത് പോയി എനിക്ക് കാണണം. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ വീട് ഇരുട്ടിൽ കിടക്കുകയാണ്. അവിടെ ഒരു സെക്യൂരിറ്റിയും വാച്ച്മാനൊക്കെ ഉള്ളതാണ്, വലിയൊരു ബംഗ്ലാവാണ്. അപ്പോൾ ബാബ പറഞ്ഞു, ഇല്ല ഇവിടെയല്ല, മെയിൻ വീട്ടിലല്ല, പുറകിൽ സെർവൻറ്റ് ക്വാർട്ടേഴ്സ് ഉണ്ട്, നമുക്ക് അവിടേക്ക് പോകാമെന്ന്. അപ്പോൾ ഇവർ പറഞ്ഞു, ഇരുട്ടായി, ബാബ സെർവൻറ്റ് ക്വാർട്ടേഴ്സിലൊന്നും അവർ താമസിക്കില്ല, അവർ അത്രയും വലിയൊരു ബംഗ്ലാവ് ഉള്ളപ്പോൾ. പക്ഷെ ബാബ പറഞ്ഞു വരൂ എന്ന് പറഞ്ഞ് ഇവർ പുറകിൽ ചെന്നപ്പം ഇവർ ആ സെർവൻറ്റ് ക്വാർട്ടേഴ്സിൽ, കാരണം ഇവർക്ക് വയ്യാതെയായി, ഒരു സെർവൻറ്റ് ഉണ്ട് അവരെ നോക്കാൻ, അവരവിടെ ഇരിക്കുകയാണ്. പക്ഷെ അപ്പോഴും അവരവിടെ ഫോട്ടോ വെച്ചിട്ട് ഭജന നടത്താൻ പോവുമായിരുന്നു.
അപ്പം ബാബ അവിടെ ചെന്നപ്പോഴേക്കും അവർ ഭയങ്കര സർപ്രൈസ്ഡായി. സർപ്രൈസ്ഡല്ല, അവർക്ക് സങ്കടമായി, ബാബയെ സ്വീകരിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന്. അപ്പം ബാബ പറഞ്ഞു, എന്നെ സ്വീകരിക്കേണ്ട കാര്യമില്ല, എനിക്ക് സ്വീകരണങ്ങളല്ല, നിനക്കിപ്പം എന്നെ ആവശ്യമുണ്ടെന്ന് അറിയുന്നതുകൊണ്ട് ഞാൻ വന്നതെന്ന് പറഞ്ഞ് ബാബ അവരുടെ അടുത്ത് പോയിരുന്ന് അവരുടെ കൂടെ ഇരുന്ന് ഭജന ചെയ്തു, അവരെ അനുഗ്രഹിച്ചിട്ട് പോന്നു. അത് കഴിഞ്ഞ് അധികം താമസിയാതെ തന്നെ അവർ ബാബയുടെ പാദങ്ങളിൽ ലയിക്കുകയും ചെയ്തു. അതൊരു എക്സ്പീരിയൻസ്. അതിൻ്റെ കൂടെ തന്നെ പറഞ്ഞ മറ്റൊരു എക്സ്പീരിയൻസ്, ഇതെല്ലാം കൂടെ കേൾക്കുമ്പോഴാണ് ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഞാൻ ഈ എക്സ്പീരിയൻസുകളിലൂടെ പറയാമെന്ന് വിചാരിച്ചത്. ഈ ഒരു വീഡിയോക്ക് ഇപ്പോഴും അവൈലബിൾ ആണ്. ഇതിൽ കാണിച്ചിട്ടുണ്ട്, ഞാൻ അവരുടെയൊക്കെ പിക്ചർ കാണിച്ചിട്ടുണ്ട്. ഗീതാ രാമോഹൻ എന്നാണ് അവരുടെ പേര്. സത്യസായി ഓർഗനൈസേഷൻ്റെ വീഡിയോസ് അതിലുണ്ട് അവർ. അപ്പോൾ അതിൽ പറയുന്ന രണ്ടാമത്തെ ഒരു ഡിവോട്ടിയുടെ കാര്യം പറയുന്നത് വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ളൊരു ഡിവോട്ടിയാണ്. കോണമ്മ എന്നായിരുന്നു അവരുടെ പേര്. യാതൊരു എഡ്യൂക്കേഷനും ഇല്ല, ഒരു ഗ്രാമപ്രദേശത്ത് നിന്ന് വന്നാണ്. ബാബയുടെ ഭയങ്കര ഭക്തിയായിരുന്നു. അപ്പോൾ അവർക്ക് വേറെ ഒന്നും വേണ്ട, ബാബയുടെ കൂടെ ഞാൻ പുട്ടപർത്തിയിൽ താമസിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞു വന്നു അവർ. അപ്പോൾ ഒരു വളരെ പാവപ്പെട്ട സ്ത്രീ, അക്ഷരാഭ്യാസം പോലും ഇല്ല. അപ്പോൾ ബാബ പറഞ്ഞു, ഇവിടെ ഇങ്ങനെ വെറുതെ താമസിക്കാനൊന്നും പറ്റില്ല, ഇവിടെ എന്തെങ്കിലും ജോലി ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ബാബയോട് അവർ പറഞ്ഞു, ബാബ എനിക്ക് വേറെ ജോലിയൊന്നും അറിയില്ല, ഞാൻ പാത്രങ്ങൾ കഴുകിക്കോളാം, ബാബ ഭക്ഷണം കഴിച്ച് കഴിയുമ്പോൾ പാത്രം ഞാൻ കഴുകി വെച്ചോളാം, ബാബയ്ക്ക് ആവശ്യമുള്ള വെള്ളം ഞാൻ കിണറിൽ പോയി കോരിക്കൊണ്ടുവന്നോളാം. ഇത് ആദ്യകാലത്താണ് പുട്ടപർത്തിയിൽ. അപ്പോൾ ഈ ഗീത എന്ന് പറയുന്ന ഈ ഭക്ത പറയുന്നവർ വളരെ ഇൻ്റലിജൻ്റ് ആയിരുന്നു. കാരണം ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ അവർക്ക് ദിവസവും ബാബയെ കാണാനും ബാബയെ സേവ് ചെയ്യാനും പറ്റി. കാരണം ബാബ ഭക്ഷണം കഴിക്കുമ്പോൾ അവിടെ കാത്തു നിൽക്കും. ആ പ്ലേറ്റിൽ ബാക്കിയുള്ളത് പ്രസാദമാണ്. ആ പ്രസാദം അവർ കഴിക്കും, മറ്റുള്ളവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അതിനുള്ള ഭാഗ്യം കിട്ടി. പിന്നെ എന്നും ബാബയ്ക്ക് കുളിക്കാനുള്ള വെള്ളം കൊണ്ടുവന്നിരുന്നവരാണ്. അപ്പോൾ അവർക്ക് ഒരു പ്രാവശ്യം ഇതുപോലെ പുട്ടപർത്തിയിൽ ഇവർ വന്നു കഴിഞ്ഞപ്പോൾ ഈ ഗീതയും ഫാമിലിയും ബാംഗ്ലൂരിൽ നിന്ന് വന്നപ്പോൾ പറഞ്ഞു, കോണമ്മയ്ക്ക് തീരെ സുഖമില്ല, അവർ അന്ന് പുട്ടപർത്തിയിൽ നല്ല ഹോസ്പിറ്റലൊന്നുമില്ല, അതുകൊണ്ട് ബാംഗ്ലൂരിലുള്ള ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട് അവരോട് പറഞ്ഞു. അപ്പോൾ ഗീത എന്ന് പറയുന്നവരുടെ അമ്മ ഒക്കെ ബസ്സിന് ബാംഗ്ലൂർക്ക് പോവാം. കാറിൽ ബാബയുടെ കൂടെ ഈ ഗീതയുടെ അച്ഛനും ഗീതയ്ക്ക് അന്ന് ചെറുപ്പമാണ്, 8 വയസ്സം കണ്ടുള്ളൂ. പിന്നെ ഈ കോണമ്മയും പുറകിലെ സീറ്റിലെല്ലാം അറേഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഇവർ പറയുന്നു, ബാബ ഒരു കറുത്ത ബാഗുമായിട്ട് കൂടെ വന്നു, ഞാൻ കൂടെ വരാമെന്ന് പറഞ്ഞു. എന്നിട്ട് ബാക്കിലെ സീറ്റിൽ ബാബ അവരോട് കൂടെ ഇരിക്കുകയാണ് ബാംഗ്ലൂർക്ക് പോകാൻ. അന്ന് ഉച്ചഭക്ഷണം പോലും കഴിച്ചിട്ടില്ല. ബാബ ഞാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇവർക്കൊക്കെ ഭയങ്കര അത്ഭുതമായി. ബാബ ഇവരുടെ കൂടെ ഇവർക്കുടെ ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ ഇവർ അസഹ്യമായ വേദന കൊണ്ട് പൊളയുകയാണ്. അപ്പോൾ ബാബ അവരെ സമാധാനിപ്പിച്ചു, കൊണ്ടമ്മ വിഷമിക്കേണ്ട, അവിടെ എത്തുന്നത്. അപ്പം പറയുന്നു, അന്ന് റോഡ് ഭയങ്കര മോശമാണ്, ഗട്ടറിൽ വീഴുകയാണ്. വണ്ടി ഗട്ടറിൽ വീണ് കഴിഞ്ഞാൽ കാറ് പിന്നെ മൂവ് ചെയ്യില്ല. അപ്പോൾ ബാബ തന്നെ ഇറങ്ങി, അത് പുഷൊന്നും ചെയ്യണ്ട, മറ്റുള്ളവർ തള്ളുന്ന പോലെ ബാബ ഇങ്ങനെ ഒന്ന് വിരലുകൊണ്ട് ഇങ്ങനെ ഒന്ന് കാണിക്കുമ്പോഴേക്കും അത് നീങ്ങി തുടങ്ങി. അപ്പം ഗീതയുടെ അച്ഛൻ ചോദിച്ചു, ബാബ ഇതെങ്ങനെയാണ് വിരലുകൊണ്ടൊന്ന് തള്ളിയപ്പോഴേക്ക് ഈ കാറ് നീങ്ങിയെന്ന് പറഞ്ഞപ്പോൾ ബാബ പറഞ്ഞ ഒരു ഉത്തരം, ഗോവർദ്ധനഗിരി ഒരു കയ്യിലെടുത്ത് എനിക്കെന്ത് ഈ കാറ് എന്ന് പറഞ്ഞത്. അങ്ങനെ ബാബ പല പ്രാവശ്യം ഇറങ്ങി ഇങ്ങനെ ഒന്ന് തള്ളി. അതായത് ബാബയ്ക്ക് വേണമെങ്കിൽ അത് തള്ളാതെയും അവിടെ എത്താം, പക്ഷേ ബാബ ആ മാനുഷികമായ എല്ലാ കടമ്പകളിലൂടെയും കടന്നു പോയിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഡോക്ടറില്ല, സർജൻ ഇല്ല. ഡോക്ടറുണ്ട്, കാളപ്പ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ബാബയുടെ ഒരു വലിയ ഡിവോട്ടിയാണ്. ചെന്നപ്പോഴേക്കും സന്ധ്യയായി, പക്ഷെ അനസ്തേഷ്യസ്റ്റ് ഇല്ല, അനസ്തേഷ്യ കൊടുക്കുന്ന അദ്ദേഹം ഇല്ല. അപ്പോൾ അദ്ദേഹത്തെ വിളിക്കാമെന്ന് പറഞ്ഞപ്പോൾ ബാബ തന്നെ പറഞ്ഞു, ഇല്ല, അങ്ങേരിപ്പോൾ ക്ലബിലാണ്, വന്നാലും ചെയ്യാൻ പറ്റുന്ന കണ്ടീഷനല്ല, ഇത് ഹോളിഡേയ്സ് ആണ്, വിളിക്കണ്ട എന്ന് പറഞ്ഞിട്ട് ബാബ അവർക്ക് വിഭൂതി സൃഷ്ടിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഉറങ്ങിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഗീത പറയുകയാണ്, ഞാൻ നോക്കി നിൽക്കുകയാണ്, ആ ഒരു ഡോക്ടറിൻ്റെ ഭക്തി നോക്ക്. അനസ്തേഷ്യ കൊടുക്കാതെ ഒരാളുടെ വയറ് തുറന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ പോവാണ്. കാരണം അവർക്ക് അപ്പൻഡിസൈറ്റിസിൻ്റെ പ്രശ്നമായിരുന്നു. അപ്പോൾ അത് എന്താ പറയുക, പൊട്ടി. അതുകൊണ്ടാണ് അവർക്ക് അസഹ്യമായ വേദന. അപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് സർജറി ചെയ്താൽ മാത്രമേ അവർ രക്ഷപ്പെടുകയുള്ളൂ. അപ്പോൾ ബാബ പറഞ്ഞു, അനസ്തേഷ്യനെ ഒന്നും വിളിക്കണ്ട, അനസ്തേഷ്യ ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞു വിഭൂതി കൊടുത്തിട്ട് പറഞ്ഞു, ഉറങ്ങിക്കോളൂ. എന്നിട്ട് അദ്ദേഹത്തിനോട് പറഞ്ഞു, ഡോക്ടർ കാളക്കോട് പറഞ്ഞു, ഓപ്പറേഷൻ ചെയ്തോളൂ, ഞാൻ പറയാതെ ഇനി ഇവിടെ ഉണരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് ആ ബാബയിലുള്ള വിശ്വാസം, അദ്ദേഹം വലിയൊരു ഡോക്ടറാണ്, ഫേമസ് സർജനാന്ന് പറഞ്ഞു. അദ്ദേഹം അവരെ ഓപ്പറേറ്റ് ചെയ്തു, പിന്നെ അത് തുന്നിക്കെട്ടുകയും ചെയ്തു. പിറ്റേ ദിവസം ബാബ ചെന്ന് വിളിക്കുന്നത് വരെ അവരെ ആ മയക്കത്തിൽ നിന്ന് എഴുന്നേറ്റില്ല. അപ്പോൾ അതാണ് ബാബയുടെ ആ വിഭൂതിയുടെ പവർ. പക്ഷേ ഈ രണ്ട് എക്സ്പീരിയൻസും അവൈലബിൾ ആണ് കേട്ടോ, യൂട്യൂബിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഒന്ന് സമർപ്പണിൽ ബാലരാമചന്ദ്ര സായി നടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും, മറ്റത് ഗീതാ രാമോഹൻ നടിച്ചാലും കിട്ടും.
അപ്പോൾ ഇത് ഇതിൽ നമ്മളൊക്കെ നോക്കുന്നു, ബാബയ്ക്ക് അവിടെ ചെല്ലാതെ ഒരു വിശ്വാസം ഇല്ലാതിരുന്ന ഒരു ഡിവോട്ടിയാണ് ആദ്യകാലത്ത് ബാലരാമചന്ദ്രൻ്റെ അമ്മ. അപ്പം അവരുടെ ദേഹത്ത് തൊടാതെ അവിടെ ചെല്ലാതെ അവരുടെ ഉള്ളിലുള്ള സിസ്റ്റ് മാറി. ബാബയ്ക്ക് അത് ചെയ്യാനും പറ്റും. പക്ഷേ ബാബയെ വർഷങ്ങളോളം സേവിച്ച് ഈ കോണമ്മ എന്ന് പറയുന്ന ആ ഡിവോട്ടിയുടെ കൂടെ അവരുടെ ബാഗും എടുത്ത് ബാബ കൂടെ പോയി. അവരുടെ ഓപ്പറേഷൻ കഴിഞ്ഞ് അതിൽ ഗീത പറയുന്നുണ്ട്, പിറ്റേ ദിവസം അവർക്ക് ഓർമ്മ വരുന്നത് വരെ ബാബ ഇവരുടെ വീട്ടിൽ താമസിച്ചു. ഭക്ഷണമൊന്നും ഇല്ലാഞ്ഞിട്ട് ബാബ കിച്ചണിൽ കയറി ഫുഡ് പ്രിപ്പയർ ചെയ്തു. കാരണം ഗീതയുടെ അമ്മ ബസ്സിൽ വരുന്നേ ഉള്ളൂ. ഗീത ചെറിയ കുട്ടിയാണ്, അച്ഛന് കുക്ക് ചെയ്യാൻ അറിയില്ല. അപ്പോൾ ബാബ തന്നെ കയറി അവിടെ ഭക്ഷണം ഉണ്ടാക്കി. എന്നിട്ട് പിറ്റേ ദിവസം ഇവർക്ക് ഓർമ്മ വരുമ്പോൾ ഞാൻ അടുത്ത് വേണം, അല്ലെങ്കിൽ അവർ ഭയപ്പെട്ടു പോകും. അവർക്ക് ഒരു വില്ലേജറാണ്, അവർക്ക് വേറെ ആരെങ്കിലും കണ്ട് അവർ ഭയപ്പെട്ടു വന്ന് പോകുമെന്ന് പറഞ്ഞാൽ അവർക്ക് ബോധം വരുമ്പോൾ ബാബ അടുത്തുണ്ട്. അപ്പോൾ ഇവർ ചോദിച്ചു, ഇത്രയധികം സ്നേഹം ബാബയ്ക്ക് തോന്നാൻ അവർക്ക് എന്താ പ്രത്യേകത ബാബ, എന്തുകൊണ്ടാണെന്ന് പറഞ്ഞപ്പോൾ ബാബ പറഞ്ഞു, അവർക്ക് എന്നോടുള്ള പ്രേമം എന്നുള്ള ഉത്തരം മാത്രമേ പറഞ്ഞു. അപ്പോൾ ബാബയ്ക്ക് വേണമെങ്കിൽ ഇപ്പോൾ ബാലരാമചന്ദ്രൻ്റെ അമ്മയെ സുഖപ്പെടുത്തിയതുപോലെ ഒരു കൈ ഞൊടിച്ചിട്ട് അത് സുഖപ്പെടുത്താമായിരുന്നു. എന്തുകൊണ്ടാണ് ബാബ ഇത് ചെയ്തതെന്ന് ചോദിച്ചാൽ പ്രേമം എന്ന് മാത്രമല്ല, ബാബയെ ഇത്രയും കാലം സെർവ് ചെയ്തതിന് ബാബ തിരിച്ചവരെ സെർവ് ചെയ്തതും അവരുടെ കർമ്മ പ്രാരാബ്ധത്തിലൂടെ ആ വേദനയിലൂടെ കടന്നുപോയി അവർക്ക് മുക്തി നൽകാനുമായിരിക്കും. അപ്പം നമുക്ക്, ഞാൻ ചോദിക്കുന്നത്, എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ എക്സ്പീരിയൻസ് എനിക്ക് എന്തുകൊണ്ട് കിട്ടിയില്ല എന്നൊക്കെ ചോദിച്ചാൽ നമുക്കതിന് ഉത്തരവൊന്നുമില്ല. കാരണം ഒരു 2 ഡിവോട്ടീസിനെ ഒരേ ഗുരു തന്നെ സുഖപ്പെടുത്തിയ, ഒരു ദൈവം തന്നെ സുഖപ്പെടുത്തിയ ബാബയുടെ ആ അനുഭവങ്ങളാണ് കാണുന്നത്. അതുകൊണ്ട് ഒരു ഗുരുവിൻ്റെ അടുത്ത് വരുമ്പോൾ എല്ലാവർക്കും ഒരേ അനുഭവം ഉണ്ടാവണം എന്നില്ല. നമ്മൾ ഒരു അനുഭവങ്ങൾ പ്രതീക്ഷിച്ച് ചെന്ന് കഴിഞ്ഞാൽ അത് കിട്ടിക്കൊള്ളണം എന്നില്ല. അപ്പോൾ ഇതിൽ ബാബയുടെ ആ ഒരു സ്നേഹത്തെ പറ്റി പറയുന്ന ആദ്യകാലത്തുള്ള ഡിവോട്ടീസിന് ഇങ്ങനെ പേഴ്സണൽ അറ്റൻഷൻ, പക്ഷെ പിന്നീട് ചെന്നവർക്കും പേഴ്സണൽ എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷേ ആ എക്സ്പീരിയൻസ് കിട്ടുന്നത് എന്തിനാണ്? വെറുതെ മിറക്കിൾസ് കാണാനോ അനുഭവിക്കാനോ അല്ല, അവർക്കുണ്ടായ ട്രാൻസ്ഫോർമേഷൻ. ഇപ്പോൾ ഈ ബാബയുടെ ഈ ഒരു എന്താ പറയുക, സ്റ്റുഡൻസ് അവരെ കാണുമ്പോൾ സമർപ്പണം എന്ന് പറയുന്ന പ്രോഗ്രാമിലൊക്കെ അവർ ശുഭ്രവസ്ത്രധാരികളാണ്. അവർ വന്ന് അവരുടെ ഗുരുവിനെ പറ്റി, അവരുടെ ബാബയെ പറ്റി അവർ പറയുമ്പോൾ അവരുടെ ഭക്തി, അവരുടെ സ്നേഹം, അവർ ലോകത്തിന് ചെയ്യുന്ന സേവ, ബാബ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സെർവ് ചെയ്താൽ മാത്രമേ, അതായത് ബാബ പറഞ്ഞതുപോലെ ജീവിക്കുകയാണ് ഞങ്ങളുടെ ദൗത്യം എന്നാണ് അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അവർ ലോകത്തിന് ചെയ്യുന്ന സേവ, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് നോക്കിയാൽ അറിയാം, ഈ രാഷ്ട്രീയ പോരാളികളോടും അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലുള്ള എതിരാളികളോടൊക്കെ എത്ര മോശമായിട്ടാണ് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ മറ്റുള്ളവർ പെരുമാറുന്നത്. എന്താ പറയുക, കളവ്, വഞ്ചന, യാതൊരു മനസാക്ഷിയില്ലാതെ എതിരാളികളെ ഇല്ലാതാക്കാൻ വേണ്ടി എന്ത് ആരോപണവും ഉന്നയിക്കുന്ന ഈ ലോകത്ത് കളവ്, വഞ്ചന, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നടക്കുന്ന ഈ കലിയുഗത്തിൽ ഇങ്ങനെ കുറേ പേരെ ബാബ വാർത്തെടുത്തിട്ടുണ്ട് ബാബയുടെ ആ സ്കൂളിൽ നിന്ന്. സത്യം, ധർമ്മ, അഹിംസ ഇതെല്ലാം പാലിച്ചുകൊണ്ട് ലോക നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, ലോകത്തിന് ഒരുപാട് സേവ ബാബ ചെയ്ത സേവകൾ എന്ന് പറഞ്ഞാൽ തെലങ്കാന റീജിയനിൽ ഗവൺമെൻറ് 10-20 വർഷം ശ്രമിച്ചിട്ടും കൊണ്ടുവരാൻ പറ്റാത്ത സ്ഥലങ്ങളിലേക്ക് ബാബ വെള്ളം എത്തിച്ചു. ഇതൊന്നും ബാബയെ കുറ്റം പറയുന്നവർ കാണുന്നില്ല. അല്ലെങ്കിൽ ഏത് ഗുരുവായിക്കോട്ടെ, അവർ ലോകത്തിന് ചെയ്യുന്ന നന്മ, സ്നേഹം അതൊന്നും കാണില്ല. അവരുടെ ദോഷവശങ്ങൾ മാത്രം കാണും. എനിക്ക് എന്തുകൊണ്ടൊരു എക്സ്പീരിയൻസ് ഉണ്ടായില്ല, ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയില്ല. നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയോ ഇല്ലയോ എന്ന് പോലും നിങ്ങൾക്ക് അറിയില്ല. ഒരു പക്ഷെ നിങ്ങൾ ചെയ്തിട്ടുള്ള കുറേ കർമ്മങ്ങൾ ഇതിലൂടെ ഇല്ലാതെയായിട്ടുണ്ടാവും, ആ ഗ്രേസ് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇത് പറഞ്ഞ മാതിരി നമുക്ക് ഇതിനൊക്കെ എന്താ പറയുക, മനനം ചെയ്ത് മനസ്സിലാക്കാൻ മാത്രമേ പറ്റുള്ളൂ. അല്ലാണ്ട് ഇതിനൊരു ഫോർമുലയോ ഒന്നുമില്ല സ്പിരിച്വാലിറ്റിക്ക്. അവരവരുടെ എലിജിബിലിറ്റി അനുസരിച്ചാണ് കിട്ടുന്നത്, അവരവർക്ക് അർഹിക്കുന്നതാണ് കിട്ടുന്നത്. അനുഭവങ്ങളായാലും, ജീവിതത്തിലെ അനുഭവങ്ങളായാലും, സ്പിരിച്വാലിറ്റിയിലെ അനുഭവങ്ങളായാലും എന്ന് പറയാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. കാരണം ബാബ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് വലിയ മനസ്സലിവില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ചിലരുടെ കാര്യത്തിൽ, പക്ഷേ ഞാൻ അവരുടെ ഭൂതവും ഭാവിയും വർത്തമാനവും എല്ലാം അറിയുന്നയാളാണ്. അതായത് അവർ കഴിഞ്ഞ ജന്മത്തിൽ മനഃപൂർവ്വമായി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഞാൻ അറിയുന്നത് കൊണ്ടാണ് എനിക്ക് അവരോട് അലിവ് തോന്നാത്തത്. അവർ ഇനി ഭാവിയിൽ എന്ത് ചെയ്യുമെന്ന് പോലും എനിക്കറിയാം. അപ്പോൾ അങ്ങനെ അറിയുന്ന ഭഗവാൻ, അത് ബാബ ഒരു മനുഷ്യരൂപത്തിൽ വന്നു എന്നുള്ളത് കൊണ്ട് എല്ലാവരും തിരിച്ചറിഞ്ഞില്ലല്ലോ. എത്രയോ കോടി ബില്യൺ ജനങ്ങളുള്ളതിൽ വളരെ കുറച്ച് പേരല്ലേ ബാബയെ തിരിച്ചറിഞ്ഞുള്ളൂ. ഏതൊരു ഗുരുവിനെ, ഇപ്പോൾ മോഹൻജിയുടെ കാര്യം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തിരിച്ചറിയുന്നവരും കുറവാണ്. പിന്നെ അനുഭവങ്ങൾ കിട്ടുന്നവർ അവരവരുടെ എലിജിബിലിറ്റി അനുസരിച്ചാണ് കിട്ടുന്നത്.
അതുകൊണ്ട് തന്നെ ഞാൻ പറയാറ്, നിങ്ങൾ പ്രതീക്ഷിച്ച് വന്നിട്ട് കാര്യമില്ല. ഞാനത് ചെയ്തു, ഇത് ചെയ്തു, ഞാൻ അങ്ങനെയാണെങ്കിൽ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇതിനൊക്കെ ഉള്ള ഉത്തരമാണ് ഈ ഒരു എക്സ്പീരിയൻസസ്. കാരണം ഒരു കൈ ഒന്ന് ഞൊടിച്ചു കഴിഞ്ഞാൽ ആ കോണമ്മ എന്ന് പറയുന്ന ആ ഒരു ഭക്തയുടെ അസുഖം മാറ്റാമായിരുന്ന ബാബ അത്രയും കഷ്ടപ്പെട്ടു. അതായത് ബാബ അന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം പോലും കഴിക്കാതെ പുട്ടപർത്തിയിൽ നിന്ന് ബാംഗ്ലൂർ വരെ യാത്ര ചെയ്തു. രാത്രിയാണ് ബാബ ഭക്ഷണം കഴിക്കുന്നത്. അവർക്ക് കാവലിരുന്നു. പിറ്റേ ദിവസം പോയി അവരെ കണ്ടു. അപ്പോൾ ബാബയും അവരോടുള്ള കടമയാണ് ആ തീർത്തത്. ബാബയെ സേവിച്ചതിന് ബാബ തിരിച്ച് അവരോട് അവരുടെ കടമയാണ് ചെയ്തതെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള എക്സ്പീരിയൻസിൽ കൂടെ നിങ്ങൾ തന്നെ സ്വയം മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമാണ് എനിക്ക് പറയാനുള്ള ഉത്തരം. കാരണം നമുക്കറിയില്ലാത്ത ഒരുപാട് കാര്യങ്ങളാണ്. സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയുക, ബാബയ്ക്ക് മാത്രമേ, അല്ലെങ്കിൽ ഭഗവാന് മാത്രമേ അറിയുള്ളൂ. ഗുരുക്കന്മാർക്കും അറിയാം നമ്മൾ എന്താണ് അർഹിക്കുന്നതെന്ന്, ഗുരുമണ്ഡലത്തിന് അറിയാം. അപ്പം അങ്ങനെയുള്ള ചോദ്യങ്ങൾക്കൊക്കെ ഇതാണ് ഉത്തരം. നമുക്ക് പറയാൻ പറ്റില്ല ഇന്നത് ചെയ്താൽ ഇന്നത് കിട്ടും എന്ന് പറയാനായിട്ട് സാധിക്കുന്ന കാര്യമല്ല. പക്ഷെ നന്മ ചെയ്താൽ നന്മ ലഭിക്കും എന്നുള്ളത് ആ ഒരു നിയമത്തിൻ്റെ പുറത്താണ്. അതിപ്പോഴല്ലെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും നമ്മൾ ഒരാൾക്ക് നന്മ ചെയ്ത ആ ആൾ നമ്മളെ വഞ്ചിച്ചാലും വേറെ ഏതെങ്കിലും ഭാഗത്ത് നിന്ന് പ്രപഞ്ചം നമുക്ക് ആ ഒരു നന്മ തിരിച്ച് കൊണ്ടുവരും എന്നുള്ളതാണ് നമ്മൾ ചുറ്റും കാണുന്ന അനുഭവം. എൻ്റെ അനുഭവം അത് തന്നെയാണ്. അപ്പോൾ അതിൽ വിശ്വസിക്കുക. നമ്മൾ ചെയ്യുന്ന ഏത് കർമ്മമായാലും നമ്മുടെ ഉള്ളിലിരിക്കുന്ന അന്തർയാമിയായിട്ടുള്ള ഭഗവാനാണ് കാണുന്നത്, വേറെ വെളിയിലുള്ള ആളല്ല. അപ്പോൾ അന്തർയാമിയായിട്ടുള്ള ഭഗവാൻ കാണുന്നുണ്ട് എന്നുള്ള വിശ്വാസത്തോടു കൂടി മുമ്പോട്ട് പോകും. ഇത് പറയാനാണ് ഞാൻ വന്നത്. ഇങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് വരികയാണ് ഒരു എക്സ്പീരിയൻസിനെ പറ്റി പറയുമ്പോൾ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.